ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് വാത്സല്യ വിശ്വാസികളുടെ മുൻപാകെ നിരത്തിവയ്ക്കുന്ന ചില വിശ്വാസ സത്യങ്ങൾ മാത്രമാണ് G2R എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തുന്നത്. G2R എന്ന പദത്തിന് ജനസിസ് ടു റെവലേഷൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള തിരുവചന സത്യങ്ങളെ കോർത്തിണക്കി പഴയ നിയമത്തിലെ നിഴലായ വിഷയങ്ങൾ പുതിയ നിയമത്തിൽ എങ്ങനെ പൊരുളായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ പരമലക്ഷ്യം. അതിനാധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വംശാവലിയിൽ നിന്നും ക്രിസ്തു ശിഷ്യനായി മുന്നോട്ടിറങ്ങിയ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ സമകാലിക വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാന പരമ്പര തുടർന്നു വരുന്നത്. എൻ്റെ പേര് കുരുവിള വർഗീസ്. ആരെതിർത്താലും വിമർശിച്ചാലും ജീവനുള്ള കാലം മുഴുവൻ ഈ ശുശ്രൂഷ ഞങ്ങൾ തുടർന്നു വരും. പ്രലോഭനങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ എതിരായ വ്യാഖ്യാനങ്ങൾക്കോ ഈ ശുശ്രൂഷയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് വന്ദനം, സ്വാഗതം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. യഹൂദ ജനത്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും നടുവിൽ നിന്ന് ലേവി ഗോത്രത്തിലെ അഹരോൻ്റെ വംശത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ നെറ്റിപ്പട്ടം ഒക്കെ സാധാരണ ജനങ്ങളുടെ നടുവിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കി. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാഗ ശുശ്രൂഷകളും മധ്യസ്ഥ ശുശ്രൂഷകളും പുരോഹിതന്മാർ ചെയ്തു വന്നു. പുരോഹിതന്മാർ മനുഷ്യരുടെ പ്രതിനിധികളായി സ്വർഗത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജനത്തിൻ്റെ നടുവിലേക്ക് നോക്കി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പുരോഹിതൻ്റെ യഹോവയെ കേൾക്കണമേ എന്നുള്ള അപേക്ഷയ്ക്ക് ഉത്തരവുമായി 2 ശുശ്രൂഷകളാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ പുരോഹിതന്മാർ മാത്രം അല്ലാതെ വേറെ ഒരു ഗോത്രക്കാരും ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ രാജാക്കന്മാരുടെ ശുശ്രൂഷ 2 ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ശൗൽ, അവനെ നീക്കിയിട്ട് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള ദാവീദ്, പിന്നീട് പാരമ്പര്യമായി അവർ തന്നെ ആ ശുശ്രൂഷ ചെയ്തു വന്നു. നാം ഇപ്പോൾ വിചിന്തനം ചെയ്തുകൊണ്ടുവന്ന വിഷയം പഴയ നിയമത്തിലെ ലേവ്യ പുരോഹിതന്മാർ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു വന്നു എന്നുള്ളതാണ്. അതിൽ വിശുദ്ധ സ്ഥലം ആകുന്ന ആരാധന സ്ഥലത്തിൽ അശുദ്ധി പ്രവേശിക്കാതെ ജനത്തിൻ്റെ നടുവിൽ എന്തെങ്കിലും അശുദ്ധി സംഭവിച്ചാൽ അതിൽ നിന്ന് അവരെ വിശുദ്ധിയിലേക്ക് നടത്തുന്ന ശുശ്രൂഷ, പുരോഹിതന്മാരുടെ നടപ്പ്, അവരുടെ പ്രവൃത്തി, സമാഗമന കൂടാരത്തിന് പുറത്തു പോകുമ്പോൾ സംഭവിക്കുന്നതിനെ കഴുകി വെടിപ്പാക്കി ശുശ്രൂഷിക്കേണ്ടതിന് ആവശ്യമായ താമര തൊട്ടിയെക്കുറിച്ചായിരുന്നു അവസാനം നാം പഠിച്ചത്. പുതിയ നിയമത്തിലെ ദൈവമക്കൾക്ക് സംഭവിപ്പാൻ സാധിക്കുന്ന അശുദ്ധമായ വിഷയത്തെക്കുറിച്ച് അവസാനമായി നാം ചിന്തിച്ചു. അതിൽ ഒരു വിശ്വാസിയുടെ വാക്കുകൾ അവരെ അശുദ്ധരാക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം, എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ വാക്കുകൾ, ആ വിഷയത്തെ തുടർന്ന് നാം വിചിന്തനം ചെയ്യുവാൻ പോകുകയാണ്. ഒരു വിശ്വാസിയുടെ വാക്കുകൾ എപ്രകാരം ആയിരിക്കണമെന്ന് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ കൂടി രാജകീയ പൗരോഹിത്യവർഗത്തിൽപ്പെട്ട ഒരുവന് തൻ്റെ വാക്കുകളിൽ കൂടിയുള്ള അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ സാധിക്കും. 1, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി
നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പുതിയ നിയമസഭയോടുള്ള ഉപദേശമാണ്. സാക്ഷ്യത്തിൽ കൂടെയോ പ്രബോധനത്തിൽ കൂടെയോ പ്രസംഗത്തിൽ കൂടെയോ ഒരുവൻ സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ മുൻപിലിരിക്കുന്ന വ്യക്തികൾക്ക് കൃപ ലഭിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകളിൽ കൂടെ അവർക്ക് കോപം ജ്വലിക്കുകയല്ല, കൃപയാണ് ജ്വലിക്കേണ്ടത്. അതുകൊണ്ട് ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പൗലോസ് അപ്പോസ്തലൻ എഫെസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെട്ടത് ലാവണ്യ വാക്കുകൾ ആയിരുന്നു എന്ന് സദ്വർത്തമാനം കേട്ട ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് ലൂക്കോസിനോട് പറഞ്ഞത് 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. ആ ലാവണ്യ വാക്കുകൾ യഹൂദന്മാരുടെ നടുവിൽ നിന്നുള്ള ലേവി പൗരോഹിത്യ നടുവിൽ നിന്നുള്ള പുരോഹിതന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും അഗോചരമായിരുന്നു. അതോർക്കുക. മൂന്നാമത്, കർത്താവ് സംസാരിച്ച തിരുമൊഴികൾ നിത്യജീവൻ്റെ വചനങ്ങൾ ആയിരുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാർ 12 പേരും ഏകകണ്ഠേന പറഞ്ഞത് യോഹന്നാൻ തന്നെ 6-ാം അധ്യായം 68-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ നിത്യജീവൻ്റെ മൊഴികൾ കേട്ട പലരും പിൻവാങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അപ്പസ്തലന്മാർ പ്രതികരിച്ചതാണത്. നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ മൊഴികൾ കേൾക്കുന്നവരെല്ലാവരും നമ്മെ പിന്തുടരണം എന്ന് നിർബന്ധമില്ല. പിന്തുടരുന്ന വ്യക്തികൾ ദൈവത്തിൽ ആശ്രയിച്ച് അതിൽ തന്നെ തുടരുകയും വിട്ടുപോകാതെ നിൽക്കുകയും ചെയ്യും എന്ന് മറന്നും പോകരുത്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷിച്ചാൽ ചിലർ അതിനെ വിമർശിക്കും, വിട്ടുപോകും. എന്നാൽ ദൈവവചനം കേൾക്കുന്ന വിശുദ്ധന്മാർ നമ്മോടുകൂടെ തന്നെ നിൽക്കും. 4-ാമത്, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് വല്ലപ്പോഴുമല്ല, സഭായോഗങ്ങളിൽ മാത്രമല്ല, നിങ്ങളെ വിശേഷാൽ ക്ഷണിച്ച് കൺവെൻഷൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ശുശ്രൂഷിക്കുമ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴും, അഥവാ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നമ്മെ അശുദ്ധരാക്കാതെ വിശുദ്ധരായി നമ്മെ നിർത്തേണ്ടതിനു വേണ്ടി നാം തന്നെ പരിശ്രമിച്ചാൽ മതി. പോകുന്നിടത്തും വരുന്നിടത്തും താമരത്തൊട്ടിയിലെ വെള്ളം കൊണ്ടുപോയി കൈകാലുകൾ കഴുകേണ്ട. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് നമ്മുടെ രക്ഷിതാവ് തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കണം. 5-ാമത്, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരും ആയിരിക്കട്ടെ. മുൻപിൽ നിൽക്കുന്ന ആൾ വായ് തുറക്കുന്നതിന് മുൻപ് എടുത്തു ചാടി ആ വ്യക്തി പറയുവാൻ പോകുന്നതെന്തോ അത് കേൾക്കാതെ അതിനെതിരായി എന്തെങ്കിലുമൊക്കെ ചാടിക്കൂടി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ സംസാരിക്കരുത്. മൗനം വിദ്വാന് ഭൂഷണം. മൗനമായി നിന്നവർ പറയുവാനുള്ളത് കേട്ടിട്ട് ഉടൻ ഉത്തരം പറയാതെ അല്പം താമസിച്ച് ചിന്തിച്ച് വിവേകത്തോടുകൂടെ സംസാരിച്ചാൽ കോപിഷ്ഠന്മാരായവർ വന്നാലും അവർ സൗമ്യവാന്മാരായി മാറും. യാക്കോബ് തൻ്റെ ലേഖനം
1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. 6, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അഥവാ ഉവ്വ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത രീതിയിലേക്ക് പോകുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളതായി തെളിക്കപ്പെടുവാൻ ഇടവരാതിരിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ പറയുന്ന വാക്കുകൾ സത്യമായി മാത്രമേ പറയാവൂ. അല്ലെങ്കിൽ ശിക്ഷാവിധിയിലകപ്പെടും. അതേത് വിശുദ്ധനായാലും സ്ഥാനമാനത്തിരിക്കുന്ന വ്യക്തിയായാലും സിംഹാസനസ്ഥനായാലും ഒരു സത്യം അറിഞ്ഞ ശേഷം ആ സത്യം കളവാക്കുവാനും കളവ് അറിഞ്ഞ ശേഷം അത് സത്യമാക്കുവാനും പരിശ്രമിക്കരുത്. 1000 തവണ ഒരു കള്ളം സത്യമാണെന്നും ഒരു സത്യം കള്ളമാണെന്നും പറഞ്ഞാൽ യാഥാർത്ഥ്യം പുറത്തു വരും. സത്യത്തിൻ്റെ സ്വരം ശാന്തമാണ്. അസത്യം പറയുന്നവർ അത് സത്യമാക്കുവാൻ കോലാഹലങ്ങൾ കൂട്ടും, സാക്ഷികളെ ചേർക്കും. അപ്പോഴും സത്യം മൗനമായിരിക്കും. മാത്രമല്ല, കാലം കഴിയുമ്പോൾ ആ സത്യം സത്യമാണെന്ന് തെളിയുകയും അസത്യം അസത്യമാണെന്ന് കേൾവിക്കാർക്ക് ബോധം വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. യാക്കോബിനെ പ്രവൃത്തിയുടെ അപ്പസ്തലൻ എന്നാണല്ലോ പറയുന്നത്. നാം പറയുന്ന വാക്കുകളെ സംബന്ധിച്ച് തൻ്റെ 1-ാമത്തെ ലേഖനം 10-ാമത്തെ വാക്യത്തിലും 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും തിട്ടവും തെളിവുമായി പറഞ്ഞിട്ടുണ്ട്. 7, കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്ത് കർത്താവിന് നിവർത്തിക്കണം എന്നും. ചുമ്മാതെ പറഞ്ഞിട്ടൊന്നും വിടരുത്. അത് കള്ളസത്യമാണ്, അത് ചെയ്യരുത്. സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ഉം ആവർത്തന പുസ്തകം 5-ന്റെ 11-ഉം 23-ാം അധ്യായം 23-ാമത്തെ വാക്യവുമാണ് ദൈവപുത്രൻ കൂടിയിരുന്നവരോട് സംസാരിക്കുന്നത്. എന്ത്? കള്ളസത്യം ചെയ്യരുത്. സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കൊടുക്കാം, വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരിക്കരുത്, പോകാതിരിക്കരുത്, കൊടുക്കാതിരിക്കരുത്. വരാം എന്ന് പറഞ്ഞതും കൊടുത്തതും കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന നിങ്ങൾ നിവർത്തിക്കുമ്പോൾ അത് കർത്താവിന് വേണ്ടിയുള്ള നിവർത്തീകരണം ആകുന്നു. കർത്താവ് പറഞ്ഞത് അടുത്ത് കേൾക്കുക. താൻ തന്നെ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങളോട് അരുളി ചെയ്ത ദൈവവചനത്തിന് ഇവിടെ അമെൻമെന്റ് വരുത്തുകയല്ല, അല്പം കൂടെ വ്യക്തമായി ശിഷ്യഗണത്തോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. കാരണം സ്വർഗം നിങ്ങളുടെ കുത്തക സ്വത്തല്ല, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. വല്ലവരുടെയും മക്കളെ കൊണ്ടോ വല്ലവരുടെയും മാതാപിതാക്കളെ കൊണ്ടോ വല്ലവരുടെയും സ്വത്തിനെ കൊണ്ടോ നിങ്ങൾക്ക് സത്യം ചെയ്യുവാൻ എന്താണ് അവകാശം? അതുകൊണ്ട് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. നിങ്ങൾക്കെന്ത് അവകാശം ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചൊല്ലി സത്യം ചെയ്യുവാൻ? യഹൂദന്മാർ പലപ്പോഴും അവരുടെ നിർവ്യാജ സത്യത്തെ സത്യമാണെന്ന് തെളിയിക്കുവാൻ ദൈവത്തിൻ്റെ സിംഹാസനത്താണ് എന്ന് പറയാറുണ്ടായിരുന്നു. അടുത്ത കർത്താവ് പറയുകയാണ്, ഭൂമിയെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ പാദപീഠം. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 1-ാമത്തെ വാക്യം. അറിയാകുന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സിൽ അവരങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ശേഷമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടുമൊക്കെ സത്യം ചെയ്ത് ജനത്തെ വിശ്വസിപ്പിക്കുന്നവരുടെ മുൻപിൽ ഒരു പ്രത്യേക വിഭാഗമായി കണ്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ
അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അവൻ്റെ ചരിത്രത്തിലെ വേദപുസ്തകത്തിലെ വെളിപ്പാട് തന്നെ കള്ളം പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ഒരു കാര്യവും അന്യ ആളുകളോട് പറയരുത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു വ്യക്തികളെയും നിങ്ങൾ ദയവ് ചെയ്ത് വഞ്ചിക്കുന്ന വിധത്തിൽ സംസാരിക്കരുത്. അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇത് നിങ്ങൾ തിന്നെ നിങ്ങൾ ദൈവത്തെ പോലെയാകും. യോബിൻ്റെ വാക്കുകൾ ഈ തരുണത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിശാച് പറഞ്ഞ കള്ളം എത്ര നിഷ്ഠൂരമാണ്. യോബ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട്. തൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യൻ എങ്ങനെ ദൈവത്തെ പോലെയാകും? അത് സാധ്യമാണോ? അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ദൈവദൂതന്മാരിൽ പോലും ദൈവത്തിന് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ഉള്ളതിൽ നിന്ന് അധികമായി വരുന്നത് എല്ലാം ദുഷ്ടനിൽ നിന്നാണ്. ദൈവമോ സത്യം സത്യമായി മാത്രമല്ലാതെ അസത്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലും അവൻ നിർമ്മിക്കുവാൻ പോകുന്ന കൂടാരത്തിലും പാർക്കുവാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ എന്ത് ചെയ്യണം എന്ന് 15-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 1, നിഷ്കളങ്കരായി നടക്കണം, നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, നാവുകൊണ്ട് കള്ളം പറയരുത്, കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, കൂട്ടുകാരനെ അപമാനം വരുത്തരുത്, വഷളൻ ആരായാലും അവനെ നിന്ദനായി എണ്ണണം, യഹോവ ഭക്തൻ ആരായാലും അവനെ ബഹുമാനിക്കുകയും ചെയ്യണം, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറരുത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് വിചിന്തനം ചെയ്യാം. വാക്കുകളാൽ നമ്മൾ അശുദ്ധരാകാതിരിപ്പാൻ സൂക്ഷിക്കുക. പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ നാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഹൃദയം എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. വാക്കുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിപ്പാൻ ഞങ്ങൾ സ്വയനിയന്ത്രണം ചെയ്ത് സംസാരിക്കുന്ന വാക്കുകൾ ശോധന ചെയ്ത് സംസാരിപ്പാൻ കൃപ തരണം. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.